Good morning, all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് ജാം എക്സാമിന് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2006 ജാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദി ട്രൂത്ത് ടേബിൾ ഫോർ ദി ഗിവൺ സർക്യൂട്ട് ഈസ്. അത് തന്നിരിക്കുന്ന ഈ സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിള് ഏതാന്ന് കണ്ടെത്തണം. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഈ ഒരു സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലോജിക് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഇത് ഏത് ട്രൂത്ത് ടേബിളിന് കറസ്പോണ്ടിങ് ആണ് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഭാഗത്ത് ഓരോ ഗേറ്റുകളും നോക്കാം. ഇപ്പൊ ഇവിടെ 3 ഗേറ്റുകൾ, 2 ആൻഡ് ഗേറ്റ്, ഒരു ഓർ ഗേറ്റ് ആണുള്ളത്. അപ്പൊ ആദ്യത്തെ ആൻഡ് ഗേറ്റിലേക്ക് വരുന്ന ഇൻപുട്ടുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഇവിടെ ഒരു ജെ വരുന്നുണ്ട്, ഇവിടെ വരുന്നത് കെ ആണ്, ഇനി ഇവിടെ വരുന്നത് ജെ ഡാഷ് ആണ്. കാരണം ഇതിവിടെ നെഗേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇവിടെ കോംപ്ലിമെന്റ് ചെയ്യുന്നതും ജെ ഡാഷ്, ഇവിടെ വരുന്നത് കെ ആണ്. ഇനി ഇത് ആൻഡ് ഗേറ്റിലേക്കാണ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് നമുക്കറിയാം, ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ജെ കെ. ഇതെന്തായിരിക്കും? ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ജെ ബാർ കെ ആയിരിക്കും. ഇനി ഈ 2 ഇൻപുട്ടുകളെയും ഇവിടെ എന്ത് ചെയ്യുന്നു? ഓർ ചെയ്യുന്നു. അപ്പൊ ഓർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി സം ഓഫ് ദീസ് ടു, ദാറ്റ് ഈസ് ജെ കെ പ്ലസ് ജെ ബാർ കെ. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് കെനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് നിർത്തി കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ജെ പ്ലസ് ജെ ബാർ. നമുക്കറിയാം ജെ പ്ലസ് ജെ ബാർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? 1 ആയിരിക്കും. ദെൻ ദി ആൻസർ ഈസ് കെ ആണ്. ക്യൂ മസ്റ്റ് ബി ഈക്വൽ ടു കെ. ഇതിൽ ഏത് ട്രൂത്ത് ടേബിളിലാണ് ആ രൂപത്തിൽ കെയും ക്യൂവും സെയിം ആയിരിക്കും. ആ രൂപത്തിൽ ഇത് ഡിഫറെൻ്റ് ആണ്, ഇത് ഡിഫറെൻ്റ് ആണ്, ഇതിൽ കെ ക്യൂ സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് ഇതായിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഇതാണ്. ഇതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നത് ഓരോ ഇൻപുട്ട് ഓരോന്ന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ജെ ഇസ് ഈക്വൽ ടു 0, കെ ഇസ് ഈക്വൽ ടു 0. ജെ ഇസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 ആൻഡ് ഗേറ്റിനും വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടായത് ജെ ഇസ് ഈക്വൽ ടു 0 ആണ്, കെ ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ആൻഡ് ഗേറ്റിന്റെ 2 ഇൻപുട്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ 2 ആൻഡ് ഗേറ്റിനും ഔട്ട്പുട്ട് 0 ആയിരിക്കും. ദെൻ ക്യൂ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഫസ്റ്റത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സി ഓർ ഡി ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ അതേപോലെ തന്നെ ഏതെങ്കിലും വേറൊരു അഡീഷണൽ ആയിട്ട് വേറെ ഏതെങ്കിലും ഒന്നും കൂടെ നമ്മൾ ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ ആദ്യത്തെ ചെയ്ത് നോക്കി, ഇത് നമുക്ക് 0 കിട്ടി. ഇനി ഏറ്റവും ലാസ്റ്റത്തെ, അങ്ങനെ അല്ലെങ്കിൽ 0 0 ചെയ്ത് നോക്കി, അതേപോലെ 1 1 ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ജെ ഇസ് ഈക്വൽ ടു 1, കെ ഇസ് ഈക്വൽ ടു 1. ജെ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇവിടെ ജെ ബാർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇവിടെ 1 വരും. ജെ ഇസ് ഈക്വൽ ടു 1, കെ ഇസ് ഈക്വൽ ടു 1 ആണ്. ഇതിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതുകൊണ്ട് ടോട്ടൽ ഔട്ട്പുട്ട് എപ്പോഴും ഇവിടെ 1 ആയിരിക്കും. ദെൻ ഇതിൽ ആ ക്വാണ്ടിറ്റി 0 ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. (2007) ക്വസ്റ്റ്യൻ ആണ്. ഫിഗേഴ്സ് 1 and 2 റെപ്രസെന്റ് റെസ്പെക്റ്റീവ്ലി. അത് 2 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ആ 2 ഫിഗേഴ്സ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ലോജിക് ഗേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റത്തെ ഗേറ്റ് ഏത് ഗേറ്റ് ആണ്? ഇറ്റ് ഈസ് എ നാൻഡ് ഗേറ്റ്. ഫസ്റ്റത്തെ ഒരു നാൻഡ് ഗേറ്റ് ആണ്. ഇനി ഇവിടെ നോക്കുക, ഈ ഗേറ്റ് ഏതാണ്? ഒരു ഓർ ഗേറ്റ് ആണ്, പക്ഷെ അതിന്റെ ഇൻപുട്ട് ബബിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്കറിയാം, നമ്മൾ എന്ത് പേരാണ് വിളിക്കുക? ഇറ്റ് ഈസ്
bubbled OR gate. Bubbled OR gate. ഓക്കെ, ഇനി NAND ഗേറ്റും ബബിൾഡ് OR ഗേറ്റും രണ്ടും ഈക്വലന്റ് ആണ് നമുക്കറിയാം, കാരണം ഡി മോഗൻസ് തിയറം. അതായത് നമുക്കറിയാം AB all bar, it is the expression for NAND, that is equal to ഡി മോഗൻസ് തിയറം പറയുന്നത് A bar plus B bar ആയിരിക്കും. A bar plus B bar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു OR ഗേറ്റിന്റെ ബബിൾഡ് OR ഗേറ്റ് ആണ്. അതായത് രണ്ട് ഇൻപുട്ടുകൾ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ സമ്മ്, അതാണ് ബബിൾഡ് OR ഗേറ്റ്. അപ്പോൾ ഡി മോഗൻസ് തിയറം ഇത് സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബബിൾഡ് OR ഗേറ്റ് എന്തിന് ഈക്വൽ ആണ്? നാൻഡിന് ഈക്വൽ ആണ്. അപ്പൊ ഇത് ഫിഗർ 1ഉം 2ഉം റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? രണ്ടും റെപ്രസെന്റ് ചെയ്യുന്നത് നാൻഡ് ആണ്. അതുകൊണ്ട് ഇതാണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 2008 ക്വസ്റ്റ്യൻ ആണ്. ദ ലോജിക് എക്സ്പ്രഷൻ ഫോർ ദി ഔട്ട്പുട്ട് y ഓഫ് ദി ഫോളോയിങ് സർക്യൂട്ട് ഈസ്. ഈ ലോജിക് സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോജിക് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യണം. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോന്നിലെ ഔട്ട്പുട്ട് നോക്കുക, പി ബാർ ആയിട്ട് മാറി. ഇനി ഇവിടേക്ക് കിട്ടുന്ന ഇൻപുട്ട് Q ആണ്, ഇവിടേക്ക് കിട്ടുന്ന ഇൻപുട്ടും Q ആണ്. ഇവിടെ 6 കിട്ടുന്നുണ്ട്. ഇനി ഈ OR ഗേറ്റിന്റെ അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു P ബാർ ഓർ Q. അത് OR ആണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും, പക്ഷെ ഇവിടെ NOR ആണ്. അപ്പൊ അതുകൊണ്ട് എന്തും കൂടെ ഉണ്ടാവും? ഒരു ബാറും കൂടെ ഉണ്ടാവും. ഇനി അതേപോലെ താഴെ നോക്കുക, ഇറ്റ് ഈസ് ഇവിടേക്ക് ഒരു ഇൻപുട്ട് R ആണ്, ഒരു ഇൻപുട്ട് Q ആണ്. ഇറ്റ് ഈസ് QR ബാർ. ഓക്കെ, ഇനി ഇത് രണ്ടുമാണ് ഈ P ബാർ പ്ലസ് Q ഓൾ ബാർ ആൻഡ് QR ഓൾ ബാർ. ഇതാണ് ഇതിന് ഇൻപുട്ട് കിട്ടുന്നത്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും കൂടെ OR ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം? കോംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഔട്ട്പുട്ടിനെ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു P ബാർ പ്ലസ് Q ഓൾ ബാർ പ്ലസ് QR ബാർ. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ഒരു ഓൾ ബാർ. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ ഔട്ട്പുട്ടായി. ഇനി ഇതിലേക്ക് വരുന്ന ഒരു ഇൻപുട്ട് S ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് കിട്ടിയതിന്റെ കൂടെ ഒരു എസും കൂടെ ആഡ് ചെയ്ത് ഇതിന്റെ കൂടെ എസ് ആഡ് ചെയ്യുക, പിന്നെ ടോട്ടൽ ഒരു കോംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പ്രഷൻ നോക്കുക. P ബാർ പ്ലസ് Q ബാർ പ്ലസ് QR ബാർ. ഇനി ഇതിന്റെ ഒരു ഓൾ ബാർ. ഇനി അതിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്തു, ദെൻ ഒരു ബാർ. ഇനി നമുക്ക് ഇവിടുത്തെ ഔട്ട്പുട്ടാണ്. ഇവിടുത്തെ ഔട്ട്പുട്ട് എന്താന്ന് നോക്കാം. ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ജസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ? എന്താ ചെയ്യുന്ന? അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇതിനെ ഒരു പ്രാവശ്യം കോംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇതിന്റെ കൂടെ ഒരു കോംപ്ലിമെന്റും കൂടെ വന്നു കഴിഞ്ഞാൽ, ഡബിൾ കോംപ്ലിമെന്റ് വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ഇതായിരിക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു P ബാർ പ്ലസ് Q ഇതിന്റെ ബാർ പ്ലസ് QR ബാർ. ഇനി ഇതിന്റെ ബാർ പ്ലസ് S. ഇതായിരിക്കും കറക്റ്റ് ആൻസർ. ഈ ഓപ്ഷൻ വന്നിട്ടുള്ളത് ഇറ്റ് ഈസ് ദി ഓപ്ഷൻ എ. P ബാർ പ്ലസ് Q ബാർ പ്ലസ് QR ബാർ ഓൾ ബാർ
പ്ലസ് എസ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. 2009 ചോദിച്ചിട്ടുള്ളത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് ബൂളിയൻ എക്സ്പ്രഷൻ. ഇൻകറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാനാണ്. അപ്പം ഇതിൽ ചെക്ക് ചെയ്യാം. ഫസ്റ്റിലെ എക്സ്പ്രഷനിൽ LHS ഈസ് ഈക്വൽ ടു, അതിൽ ക്യൂവിനെ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കാം. ഫസ്റ്റ് ടേമിൽ നിന്ന് ഒരു പി ബാറും സെക്കൻഡ് ടേമിൽ നിന്ന് ഒരു പി ഉണ്ടായിരിക്കും. ക്യൂ ഇൻറ്റു പി ബാർ പ്ലസ് പി. പി ബാർ ഓർ പി ഇസ് ഈക്വൽ ടു 1 ആണ്. ദെൻ ദി ആൻസർ ഈസ്. അപ്പം ഇത് കറക്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് ഇതല്ല അതിൻ്റെ ആൻസർ. അടുത്തതിലെ LHS നോക്കാം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പി പി പ്ലസ് പി ക്യു പ്ലസ് പി ക്യു ബാർ പ്ലസ് ക്യു ക്യു ബാർ. പി പി ചെയ്ത് കഴിഞ്ഞാൽ പി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു പി തന്നെയാണ്. ഇനി പി ക്യു പ്ലസ് പി ക്യു ബാർ ചെയ്ത് കഴിഞ്ഞാൽ പി ക്യു പ്ലസ് പി ക്യു ബാർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിനെ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കാം. ക്യൂ പ്ലസ് ക്യൂ ബാർ. ഓക്കെ, പ്ലസ് ക്യൂ ക്യൂ ബാർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇത് 0 ആയിരിക്കും. ഓക്കെ, ഇനി ഈ ടേം ഇതിൽ ക്യൂ ക്യൂ ബാർ ഇസ് ഈക്വൽ ടു 1 ആണ്. ദെൻ കിട്ടുന്നത് പി പ്ലസ് പി ആയിരിക്കും. അത് പി തന്നെയാണ്. ദെൻ അതും കറക്റ്റ് ഓപ്ഷൻ ആണ്. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ പി ഇൻറ്റു പി, പി പി എന്നുള്ളത് പി തന്നെയാണ്. അടുത്തത് പി ക്യു. പിനെ കോമൺ ആയിട്ട് ഔട്ട്സൈഡിൽ പി പ്ലസ് പി ക്യു. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? പി പ്ലസ് പി ക്യു എന്നുള്ള ക്വാണ്ടിറ്റീനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. ഈ ക്വാണ്ടിറ്റി, അതായത് പി എന്നുള്ള ക്വാണ്ടിറ്റി പി പ്ലസ് പി ക്യു എന്നുള്ളതിലെ പിനെ നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അതായത് പിനെ നമ്മളൊരു 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ക്യൂ പ്ലസ് ക്യൂ ബാർ കൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, പി ഇൻറ്റു ക്യൂ പ്ലസ് ക്യൂ ബാർ. ഇനി അതിൻ്റെ കൂടെ ഒരു പ്ലസ്, കാരണം പിനെ മാത്രമാണ് ചേഞ്ച് ചെയ്ത്, ബാക്കി ഒരു പി ക്യൂ എന്നുള്ള ക്വാണ്ടിറ്റി അവിടെയുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ, കാരണം പിയുടെ കൂടെ ഇവിടെ ഒരു പി ആഡ് ചെയ്ത് കഴിഞ്ഞാലും ദർ ഈസ് നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഒരു പിയും കൂടെ ഇവിടെ ആഡ് ചെയ്യുന്നു. അതിപ്പോൾ ഇവിടെയുള്ള ക്വാണ്ടിറ്റിയെ പി ക്യൂ ബാർ പ്ലസ് ഇവിടെ ഒരു പി എന്നുള്ള ക്വാണ്ടിറ്റിനെ പി പി ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഇനി ഇവിടെയുള്ള ടേമുകൾ നോക്കുക. ടോട്ടൽ ടേമുകൾ പി ക്യൂ പ്ലസ്
PQ bar plus PQ plus PP. That is equal to P into Q plus Q bar plus P into Q plus P. ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് ബൂളിയൻ എക്സ്പ്രഷൻ. അത് തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തത് P bar Q plus PQ. Pനെ കോമൺ ആയിട്ട് Qനെ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് നിർത്തി P bar plus P ആയിട്ട് ഡിനോട്ട് ചെയ്യാം. P bar plus P is equal to 1 ആണ്. ദെൻ Q ആയിരിക്കും ആൻസർ. അപ്പോൾ അത് കറക്റ്റ് ആണ്. ബൂളിയൻ എക്സ്പ്രഷൻ കറക്റ്റ് ആയിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻ ആണ്. രണ്ടാമത്തേത് നോക്കാം. രണ്ടാമത്തേൽ LH is equal to മൾട്ടിപ്ലിക്കേഷൻ നടത്തി നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം PP പ്ലസ് PQ പ്ലസ് PQ ബാർ പ്ലസ് QQ ബാർ. ഇതിൽ QQ ബാർ 0 ആയിരിക്കും. ഇനി PP എന്നുള്ള ക്വാണ്ടിറ്റി P തന്നെയായിരിക്കും. ഓക്കെ, ടേമിനൊന്ന് എഴുതാം. P പ്ലസ് ഇതിൽ Pനെ ഔട്ട്സൈഡിൽ നിർത്തി കഴിഞ്ഞാൽ P ഇൻറ്റു Q പ്ലസ് Q ബാർ. Q പ്ലസ് Q ബാർ 1 ആയിരിക്കും. ദെൻ P പ്ലസ് P ദാറ്റ് ഈസ് ഈക്വൽ ടു P. P ആണ്, അത് തന്നെയാണ് കറക്റ്റ്. അടുത്തത് LHS ഈസ് ഈക്വൽ ടു P ഇൻറ്റു P പ്ലസ് Q. ദാറ്റ് ഈസ് ഈക്വൽ ടു PP പ്ലസ് PQ. PP is equal to P ആണ്. ദെൻ P പ്ലസ് PQ. P ഔട്ട്സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ P ഇൻറ്റു 1 പ്ലസ് Q ദാറ്റ് ഈസ് ഈക്വൽ ടു P. ഇത് ഇൻകറക്റ്റ് ആണ്. അടുത്തതും കൂടെ ചെക്ക് ചെയ്യാം. കാരണം നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ MCQ ക്വസ്റ്റ്യൻസും MSQ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. എന്തായാലും നമുക്ക് അടുത്തത് അതിൻ്റെ ഈ തന്നിരിക്കുന്ന ബൂളിയൻ എക്സ്പ്രഷൻ കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. LHSൽ ആദ്യത്തെ ഈ രണ്ട് ടേമിൽ PQ ബാർ എന്നുള്ള ക്വാണ്ടിറ്റി രണ്ടിലും കോമൺ ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ രണ്ട് ടേമിനെ P ബാർ Q ബാർ ഇൻറ്റു R ബാർ പ്ലസ് R ആയിട്ട് ഡിനോട്ട് ചെയ്യാം. പ്ലസ് അടുത്ത രണ്ട് ടേമുകൾ നോക്കുക. ഈ ക്വാണ്ടിറ്റി PQ ബാർ രണ്ടിലും കോമൺ ആണ്. ദെൻ PQ ബാർ ഇൻറ്റു R ബാർ പ്ലസ് R. R ബാർ പ്ലസ് R ഇസ് ഈക്വൽ ടു 1 ആണ്. ഇവിടെ 1 ആയിരിക്കും. ദെൻ ഇവിടുത്തെ റിസൾട്ട്
പി ബാർ ക്യൂ ബാർ പ്ലസ് പി ക്യൂ ബാർ ആയിരിക്കും. അതിൽ ക്യൂ ബാർ കോമൺ ആണ്. ക്യൂ ബാർ ഇൻറ്റു പി പ്ലസ് പി ബാർ പ്ലസ് പി ആണ്. പി ബാർ പ്ലസ് പി is equal to 1 ആണ്. then it is equal to ക്യൂ ബാർ. അപ്പോൾ ഇതും കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ തെറ്റായി കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ഇൻകറക്റ്റ് ആയിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻ സി ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് ട്രൂത്ത് ടേബിൾ. ദി ലോജിക് എക്സ്പ്രഷൻ ഫോർ എഫ്. ട്രൂത്ത് ടേബിൾ തന്നിട്ടുണ്ട്. എഫ് എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോജിക് എക്സ്പ്രഷൻ, ബൂളിയൻ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാനാണ്. ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കെ മാപ്പ് കൺസ്ട്രക്ട് ചെയ്യാം. 3 വേരിയബിൾ മാപ്പ് ആയിരിക്കും. ആ 3 വേരിയബിൾ മാപ്പിൽ ഓക്കെ, നമുക്കിവിടെ എ ബി സി എന്നുള്ള 3 വേരിയബിൾ ആണ്. സി എന്നുള്ള ക്വാണ്ടിറ്റീനെ മുകളിലും എ ബി എന്നുള്ളതിനെ ഇവിടെ എഴുതുന്നു. സിയുടെ വാല്യൂ 0 or 1 ആയിരിക്കും. എ ബി വാല്യൂസ് ഫസ്റ്റ് 0 0, അടുത്തത് 0 1, അടുത്തത് 1 1, ലാസ്റ്റ് 1 0. ഇനി വാല്യൂസ് കൊടുക്കാം. നമുക്ക് 3 കേസസിൽ, അതായത് ഇവിടെ ഒരു 1 ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇവിടെ 1 ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു 1, ഇവിടെ ഒരു 1. 3 1s ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ 3 1s നോക്കാം. 0 0 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു 1 ഉണ്ട്. ഇനി അടുത്തത് 1 0 0ക്ക് കറസ്പോണ്ട് 1 0 0 എന്ന് പറയുന്നത് ഇവിടെ ഒരു 1 ഉണ്ട്. 1 0, അടുത്തത് 1 0 1ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു 1 ഉണ്ട്, അത് ഇവിടെ ഒരു 1 ഉണ്ട്. അടുത്തത് 1 1 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 1 ഉണ്ട്. അപ്പോൾ ആകെ 4 1s ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് 0 ഇൻസേർട്ട് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവയെ ഗ്രൂപ്പ് ചെയ്യണം. ഇത് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയറും അതേപോലെ തന്നെ ക്വാഡ് ഒക്ടക്റ്റ് ഒക്കെ കിട്ടാം. അപ്പോൾ ഇവിടെ നമുക്ക് പെയർ എത്രണ്ണം കിട്ടുന്നുണ്ട് നോക്കാം. നമുക്ക് ഇതൊരു പെയറാണ്. ഓക്കെ, ഇനി അടുത്തൊരു പെയർ, ഇതൊരു പെയറാണ്. അടുത്തത് ഇതിനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ അതേപോലെ തന്നെ ഈ 1നെയും കൂടെ ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പെയർ നമുക്ക് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് 3 പെയർ ഓൾറെഡി ഒബ്റ്റെയിൻ ചെയ്തു. 3 പെയർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 3 ടേംസ് ഒബ്റ്റെയിൻ ചെയ്യാം. നമുക്ക് ആ 3 ടേംസ് ഏതെല്ലാം എന്ന് നോക്കാം.
അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഓറഞ്ച് പെയറിനെ നോക്കുകയാണ്. ആ ഓറഞ്ച് പെയർ ഇറ്റ് ഈസ് ഈക്വൽ ടു എഫിനാണ് നമ്മൾ എക്സ്പ്രഷൻ എഴുതുന്നത്. ആ ഓറഞ്ച് പെയർ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ആണ്, A1 ആണ്, ചേഞ്ച് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ സി ബാർ ചേഞ്ച് ചെയ്യുന്നില്ല. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു എ സി ബാർ. ഓർ അടുത്തത് റോൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റെഡ്, അവിടെ A0 ഇവിടെ 1 ആണ്, ബി ബാർ ചേഞ്ച് ചെയ്യുന്നില്ല, ബി ബാർ, അതുകൊണ്ട് ബി ബാർ സി ബാർ. ഓക്കെ, അടുത്തത് ഗ്രീൻ. ഈ ഗ്രീനിലുള്ള പെയർ, ആ ഗ്രീൻ പെയറിൽ എ ബി ബാർ. അപ്പോൾ ആൻസർ ഇതാണ്, എഫ് ഇസ് ഈക്വൽ ടു എ സി ബാർ, ബി ബാർ സി ബാർ, എ ബി ബാർ. ഇതേപോലത്തെ ഏകദേശം സിമിലർ ആയിട്ടുള്ള എ ബി ബാർ 3 ടേം വരുന്ന ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് സി ബാർ ഇൻറ്റു എ പ്ലസ് ബി ബാർ പ്ലസ് എ ബി ബാർ. ഈ രണ്ട് ടേമിനെ നമ്മൾ കമ്പൈൻ ചെയ്യും, സി ബാർ ഇൻറ്റു എ ഓർ ബി ബാർ. ദെൻ ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, അതായത് ഡി എന്നുള്ള ഓപ്ഷൻ. ഇതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following circuits does not satisfy the Boolean expression a b bar plus a bar b? ഈ ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതൊരു എക്സോറിന്റെ എക്സ്പ്രഷനാണ്. എക്സോർ ഗേറ്റിന്റെ എക്സ്പ്രഷനാണ് എ ബി ബാർ പ്ലസ് എ ബാർ ബി. അപ്പൊ ഒന്നുകിൽ എക്സോർ ഗേറ്റിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമുലേഷൻ, ഇംപ്ലിമെന്റേഷൻ നമുക്കറിയാമെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഡസ് നോട്ട് സാറ്റിസ്ഫൈ എന്ന് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഒന്നിൽ കൂടുതൽ ഇവിടെ ശരിയാവാം. അപ്പം അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ ഇൻപുട്ട് നോക്കുക. ഇവിടെ ഒരു ഇൻപുട്ട് എ വരുന്നുണ്ടാവും, ഇവിടുത്തെ ഇൻപുട്ട് ബി ബാർ ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ഇൻപുട്ട് എ ബാർ ആണ്, ഇവിടുത്തെ ഇൻപുട്ട് ബി ആണ്. ഇവിടെ ഔട്ട്പുട്ട് അപ്പം എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു എ ബി ബാർ, ഇവിടെ എ ബാർ ബി, ദെൻ ലാസ്റ്റ് ഔട്ട്പുട്ട് is equal to a b bar plus a bar b. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഓപ്ഷൻ നോക്കാം, ബി എന്നുള്ള ഓപ്ഷൻ. ഇവിടെ എ ബി ആണ് ഇവിടേക്ക് കിട്ടുന്നത്, ദെൻ ഇവിടെ എ ഓർ ബി, ഇവിടെ എ ബി ബാർ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റീനെ നമുക്ക് ഇവിടേക്ക് എഴുതുന്ന സമയത്ത് ഇവിടെ എന്ത് എഴുതാം? ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇതിനെ മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? എ ബി ബാർ, ഡി മോർഗൻസ് തിയറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എ ബി ബാർ ഇസ് ഈക്വൽ ടു എ ബാർ ഓർ ബി ബാർ. ഓക്കെ, ദെൻ ഇതിൻ്റെ പ്രൊഡക്റ്റ് ആണ് ഇവിടേക്ക് വരുന്നത്. ദെൻ എ ഓർ ബി ഇൻറ്റു എ ബാർ ഓർ ബി ബാർ. ഇത് എക്സോർ ഫംഗ്ഷന്റെ എക്സ്പ്രഷൻ തന്നെയാണ്. ഏത് രൂപത്തിൽ? ഡ്യുവൽ ഫോമിൽ. ഇതിനെ ഡ്യുവൽ ഫോം രൂപത്തിൽ ഇതേപോലെ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ ബാർ പ്ലസ് എ ബി ബാർ പ്ലസ്
എ ബാർ ബി പ്ലസ് ബി ബി ബാർ. ഇവിടെ എ ബാർ 0 ആവും, അതേപോലെ തന്നെ ബി ബി ബാർ 0 ആവും. ദെൻ എ ബി ബാർ പ്ലസ് എ ബാർ ബി. അപ്പോൾ ഇതും എ ബി ഇത് രണ്ടും കറക്റ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഓപ്ഷൻ നോക്കാം. ഇവിടെ എ ബി ഇൻപുട്ട്, ദെൻ ഓർ ഗേറ്റ് എ ഓർ ബി. ഇത് ബബിൾഡ് ഓർ ആണ്. ദെൻ എ ബാർ ഓർ ബി ബാർ. ബി ഓപ്ഷനും ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നാൻഡും ബബിൾ ഡോറും സെയിം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇതിനെ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ക്വാണ്ടിറ്റി, അതായത് എ ഓർ ബി ആൻഡ് എ ബാർ ഓർ ബി ബാർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തു. എന്തായിരുന്നു? ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു എ ബി ബാർ ഓർ എ ബാർ ബി. പിന്നെ നമ്മൾ നാലാമത്തെ ഇത് നോക്കാം. ഇവിടെ കിട്ടുന്നത് എ ബി, ഇവിടെ കിട്ടുന്നത് എ ബാർ ബി ബാർ. ഔട്ട്പുട്ട് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു എ ബി ഓർ എ ബാർ ബി ബാർ. ഇത് എന്തിന് ഈക്വൽ അല്ല? ഇതിന് ഈക്വൽ അല്ല, അതിന് ഈക്വൽ അല്ല. അപ്പം അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ആൻസർ. അതായത് എ ബി ബാർ ഓർ എ ബാർ ബി എന്നുള്ള ബൂളിയൻ എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത സർക്യൂട്ട് ഇതാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ദ ബൂളിയൻ എക്സ്പ്രഷൻ P or P bar Q where P and Q are the input to a circuit represents the following logic gate. അതായത് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ലോജിക് ഗേറ്റ് ഏതായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ y ഈക്വൽ ടു P പ്ലസ് P ബാർ Q. ബൂളിയൻ ലോസിൽ ഇതൊരു തിയർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ വേറൊരു തിയർ ഉപയോഗിച്ച് നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാം. അതായത് P ക്യാൻ ബി റിട്ടൺ ആസ് P പ്ലസ് പി ക്യു ആയിട്ട് ഡിനോട്ട് ചെയ്യാം. പിക്ക് പകരം P പ്ലസ് പി ക്യു പ്ലസ് ഇവിടെയുള്ള P ബാർ ക്യു. അപ്പം എന്തായിരിക്കും? ഇനി ഇതിനെ P പ്ലസ് Q കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു. ദെൻ P പ്ലസ് P ബാർ. P പ്ലസ് P ബാർ is equal to 1. Then it is equal to P plus Q. Then it is a എന്താണ്? OR gate. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു തിയർ ആയിട്ട് അവിടെ ബൂളിയൻ ലോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. P പ്ലസ് P ബാർ Q is equal to P പ്ലസ് Q. എ ബിയുടെ ടേമിലായിരിക്കും നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ എക്സ്പ്രഷൻസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതൊന്നും നമ്മൾ ഇങ്ങനെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. എ പ്ലസ് എ ബാർ ബി is equal to A or B. കറക്റ്റ് ഓപ്ഷൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. octal equivalent of the decimal number 478. successive division നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇതിനെ
തിരിച്ച് കൺവേർട്ട് ചെയ്യണം. Successive division 478 divided by octal number ആണെങ്കിൽ 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. 47നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 7 8s are 42. then ഇവിടെ 5 ഉണ്ടാവും. 58 58ല് സോറി ഇവിടെ 5 അല്ല 7 അല്ല successive division 478 divided by 8. 47ല് 5 8s are 40. then 78 9 72 then remainder 6 then divided by 8. 7 8s are 50. 6 remainder 3 8 0. that is then the answer is 736 base 8. then this is the correct answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1011 binary input have been applied to x3 x2 x1 x0. the binary output y3 y2 y1 y0 of the circuit. x3 ൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇൻപുട്ട് ആയി കൊടുത്തിരിക്കുന്നത് 1 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. ഓരോ XOR ഗേറ്റിനും കിട്ടുന്ന ഇപ്പം ഇവിടെ y3 ഡയറക്റ്റ് ആയിട്ട് ഇവിടേക്ക് വരുന്നുണ്ട്. ദെൻ y3 എന്നുള്ള ക്വാണ്ടിറ്റി 1 ആണ്, y3 1 ആണ്. ഇനി ഇവിടേക്ക് കിട്ടുന്ന ഇൻപുട്ടുകൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. XOR ഗേറ്റിന് ഡിഫറെൻ്റ് ആണെങ്കിൽ അവിടെ ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ 1 ആണ്. ഇനി ആ 1 എന്നുള്ള ഔട്ട്പുട്ടാണ് എവിടേക്ക് കിട്ടുന്നത്, ഇതിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് കിട്ടുന്നത്. ഇത് 1 ഇപ്പോൾ ഇൻപുട്ട് ഇവിടേക്ക് കിട്ടി, ഇത് രണ്ടും സെയിം ആണ്, അതുകൊണ്ട് ഇത് 0 ആണ്. y1 എന്നുള്ള അത് 0 ആണ്, അത് ഇവിടേക്ക് കിട്ടി, ഇത് ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് ഇവിടേക്ക് എന്ത് വരും, ഡിഫറെൻ്റ് ആയിക്കഴിഞ്ഞാൽ 1 ആയിരിക്കും. ദെൻ 1 0 y3 ഇങ്ങനെയാണ്. y3 y2 y1 1 1 0 1.
അതേ ഓർഡറിൽ നോക്കുമ്പോൾ y3 1 ആണ്, y2 1 ആണ്, y1 0 ആണ്, y0 1 ആണ്. ദ കറക്റ്റ് ആൻസർ മസ്റ്റ് ബി ദി eighth one. എ എന്നുള്ള ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following circuit represents the Boolean expression? S is equal to P or Q R bar plus Q bar P bar all bar. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുന്നു. അവിടെ ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ് ടേമായിട്ട് കൺവേർട്ട് ചെയ്യും. പ്രൊഡക്റ്റ് ടേമിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഇറ്റ് ഈസ് പി പ്ലസ് ക്യു ആർ, പി പ്ലസ് ക്യു ആർ ഇത് ചെയ്യുമ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഡബിൾ ബാർ വരും. ദാറ്റ് ഇൻറ്റു ഈ ഓർ എന്നുള്ള ക്വാണ്ടിറ്റി മാറി ആൻഡ് ആവും. ഇവിടെ ക്യൂ ബാർ പി ഡബിൾ ബാർ വരും. ഇനി ഇതിൽ രണ്ട് കേസിലെയും ഡബിൾ ബാർ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ഇങ്ങനെ ആയിരിക്കും: പി ഓർ ക്യൂ ആർ, പി ഓർ ക്യൂ ആർ ഇൻറ്റു ക്യൂ ബാർ പി. മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ രണ്ട് ടേം വരുന്നത് പി പി ക്യൂ ബാർ പി പി ക്യൂ ബാർ or Q Q bar P Q Q bar R. ഇവിടെ Q Q bar എന്നുള്ള ടേം വരുന്നുണ്ട്. ആ ടേം 0 ആയിരിക്കും. പി പി is equal to P തന്നെയാണ്. ദെൻ പി ക്യൂ ബാർ, പി ക്യൂ ബാർ ആണ് നമുക്ക്. അപ്പോൾ പി ക്യൂ ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇത് ഇവിടെ പി ക്യൂ ക്യൂ ബാർ ആണ്. ദെൻ ഇതായിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്തത് അഡീഷൻ ആണ്. 1 0 0 0 0 0 0 1 1 1 1 1 0 0 0 1 0 1. സീറോ റിമൈൻഡർ ഇവിടെ ഒരു 1 ഉണ്ടായിരുന്നു. 1 0 1 1 0 വീണ്ടും റിമൈൻഡർ 1 1 1 0 വീണ്ടും റിമൈൻഡർ 1 then 1 0 1. It is the answer.
അടുത്ത ക്വസ്റ്റ്യൻ, y is equal to a or b bar plus ab bar. y is equal to ആദ്യത്തെ ടേമിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്യാം. എ ബാർ ആൻഡ് ബി ബാർ or AB all bar. AB all bar എന്നുള്ളതിന് നമുക്ക് അവിടെയും ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്യാം. പ്ലസ് എ ബാർ പ്ലസ് ബി ബാർ. That is equal to A bar or B bar. കാരണം ഈ ടേമിൽ എ ബാർ ബി ബാറിൽ ഏതെങ്കിലും ഒരു ടേം കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഇതിനെ ഈ രൂപത്തിൽ എ ബാർ കോമൺ ആയിട്ട് ഔട്ട് സൈഡിലെടുത്ത് ബി ബാർ പ്ലസ് 1 ആയിട്ട് ഡിനോട്ട് ചെയ്യാം പ്ലസ് ബി ബാർ. അപ്പം നമുക്ക് കിട്ടുന്നത് എ ബാർ ഓർ ബി ബാർ കിട്ടും. ഇനി അതല്ല എങ്കിൽ നമ്മൾ ഇതിനെ ബി ബാറിന് ഔട്ട് സൈഡ് എടുത്തു, ബി ബാർ ഇൻറ്റു എ ബാർ പ്ലസ് 1 പ്ലസ് ആ സമയത്ത് അവിടെ എ ബാർ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിലും എ ബാർ ഓർ ബി ബാർ. Then the answer is A bar or B bar. Then D is the correct option. If the Boolean function z equal to pq plus pqr plus pqrs plus pqrst plus pqrstu, then z bar is. അപ്പോൾ നമുക്ക് കിട്ടേണ്ട z എന്നുള്ള ക്വാണ്ടിറ്റീനെ ആദ്യം ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. എല്ലാ ടേമിലും പി ക്യു കോമൺ ആണ്. പി ക്യുവിനെ മാത്രം നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. പി ക്യു ഇൻറ്റു 1 പ്ലസ് ആർ പ്ലസ്, ഇനി ബാക്കിയുള്ളതൊന്നും എഴുതേണ്ട കാര്യമില്ല. കാരണം 1 പ്ലസ് ഒരു ക്വാണ്ടിറ്റി വന്നു കഴിഞ്ഞാൽ അതെന്ത് തന്നെയായിരിക്കും, 1 ആയിരിക്കും. ദെൻ z ഈസ് ഈക്വൽ ടു പി ക്യു ആണ്. ദെൻ z ബാർ ഈസ് ഈക്വൽ ടു പി ക്യു ഓൾ ബാർ. നമ്മുടെ ഓപ്ഷനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇതിന് നമുക്ക് ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പി ബാർ ഓർ ക്യൂ ബാർ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. നമ്മളുടെ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഓപ്ഷൻ. Shown in the figure is a combination of logic gate. The output values at P and Q are correctly represented by which of the following? P-ന്റെയും Q-ന്റെയും വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു എസ് ബാർ ആർ ബാർ ലാച്ചിന്റെ അതേപോലത്തെ ഒരു എക്സ്പ്രഷൻ, അതാണ് ഡയഗ്രാണ്. നമുക്കറിയാം നാൻഡ് ഗേറ്റിന്റെ കേസിൽ
ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ക്യൂവിൻ്റെ ഔട്ട്പുട്ട്, ഇതിലെ ഒരു ഇൻപുട്ട് 0 ആവുന്നത് ക്യൂ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഓക്കെ, ഇത് 1 ആണെങ്കിൽ 1 1 എന്നുള്ള ക്വാണ്ടിറ്റി വരും. 1 1 വരുന്ന സമയത്ത് ഇവിടെ ഇത് 0 ആയിരിക്കും. അപ്പോൾ 0 1 ഇതായിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെറ്റ് ഇറ്റ് ബി y is equal to ab all bar into a bar or b and a or b bar. ആദ്യത്തെ ഈ ടേമിനെ നമുക്ക് അവിടെ നിർത്തി ഇതിന് രണ്ടിനും കൂടെ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? a bar a plus a bar b bar plus ab plus bb bar. a bar 0 ആണ്, bb bar 0 ആണ്. അപ്പോൾ ഇതാണ് ടേം ഉള്ളത്. ഈ ടേമിനെ ഇതിനൊരു ഡി മോർഗൻസ് തിയറം ഇനി അപ്ലൈ ചെയ്യാം. ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം എന്തായിട്ട് മാറും? എ ബാർ ഓർ ബി ബാർ ഇൻറ്റു ബ്രാക്കറ്റിലുള്ള ടേംസ് എ ബാർ ബി ബാർ ഓർ എ ബി. മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. എ ബാർ ബി ബാർ ഓർ എ ബാർ എ ബി or a bar b bar or a b bar. a bar എന്നുള്ള ക്വാണ്ടിറ്റി 0 ആവുന്നതുകൊണ്ട് ഈ ടേം വാനിഷ് ചെയ്യും. b bar എന്നുള്ള ടേം 0 ആവുന്നതുകൊണ്ട് ഈ ടേം വാനിഷ് ചെയ്യും. ഇനി b bar is equal to എന്ത് തന്നെയാണ്? b bar തന്നെയാണ്. അപ്പോൾ ഇത് അതേപോലെ തന്നെ ഇത് എ ബാർ എന്നുള്ള ഒന്നിനെ ഒഴിവാക്കാം. നമുക്ക് വരുന്നത് എ ബാർ ബി ബാർ പ്ലസ് എ ബാർ ബി ബാർ. അതെന്ത് തന്നെയാണ്? എ ബാർ ബി ബാർ. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ്? ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലസ് ബി ഹോൾ ബാർ. ആൻസർ ഇതാണ്, എ പ്ലസ് ബി ഹോൾ ബാർ. For the following circuit, the correct logic values for the entries x2 and y2 in the truth table. G, A, B, P, C. 3 ഇൻപുട്ടുകളുണ്ട്. എക്സും വൈയും 2 ഔട്ട്പുട്ടുകളാണ്. G equal to 0 ആണ്, A equal to 0 ആണ്, B equal to 0 ആണ്. 0 ആണ്, ഇവിടെ 0 ആണ്. ഇനി C equal to 0, P is equal to 1. ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്.
നോർ ഇവിടുത്തത് നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ ഏതെങ്കിലും ഓറിന് നമുക്കറിയാം രണ്ടും 0 ആയിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും, ബാക്കിയെല്ലാം 1 ആയിരിക്കും. അതേപോലെ ഇവിടെ നോറിനാണെങ്കിൽ രണ്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ 0 കിട്ടും. ഇവിടെ 0 വരും. ഇവിടെ 0 ആണെങ്കിൽ ഇത് 0 വരും. 0 വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താവും വരിക? 0 വന്നു കഴിഞ്ഞാൽ ഇവിടെ 1 ആയിരിക്കും. ഓക്കെ, x is equal to 1, x2 is equal to 1, y is equal to 0. ഇതായിരിക്കും കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ ഒരു ഹയർ ലെവലാണ്. നമുക്ക് ഇത് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം കുറച്ച് ഭാഗങ്ങൾ ജാമിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം, ആ ടോപ്പിക് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇത് സോൾവ് ചെയ്യാം.